ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറയുന്നതുകൊണ്ട് എനിക്ക് പ്രിൻ്റർ ഷോപ്പിൽ നിന്ന് ബാക്കി ഒരിടത്തുനിന്ന് എനിക്ക് ഒരു ലാഭവും കിട്ടാൻ പോകുന്നില്ല. ഞാൻ നമ്മുടെ കുട്ടികളുടെ എല്ലായിടത്തും പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങളുടെ ആൻസേഴ്സും എയും ബിയും സിയും എല്ലാം നിങ്ങൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആവുന്നു അത്രത്തോളം സ്പീഡ് നിങ്ങൾ നെക്സ്റ്റ് മെറ്റീരിയൽ ചെയ്യുന്ന സമയത്തും അവിടെയും പേഷ്യൻറ്റിന് ഹെഡേക്ക് ആയതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഐബുപ്രോഫൻ ആണെന്ന് വെച്ചോ. അതുപോലെ തന്നെ വാല്യൂസിൻ്റെ കാര്യമാണെങ്കിലും യൂണിറ്റ് എഴുതുന്ന കാര്യമാണെങ്കിലും ഇതെല്ലാം തന്നെ നിങ്ങൾ തെറ്റിച്ചു. അപ്പോൾ അങ്ങനെ ഒരു BM വാല്യൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാണ് 4.3 millimole per liter. അപ്പോൾ ഓരോന്നിനുള്ള ടൈം മാനേജ്മെൻറ്റും ഓരോന്നും എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നു ഇപ്പോൾ എനിക്കിപ്പോൾ ടഫ് C ആണെന്ന് വെച്ചോ എങ്കിൽ ഞാൻ രാവിലെ നിങ്ങളെ കുരുക്കിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുറേ ഓപ്ഷൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഡ്യൂട്ടി ഹെക്റ്റിക് ആയിട്ട് കഴിഞ്ഞ് വരുവാണെങ്കിൽ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും. ഹലോ ഓൾ വെൽക്കം ടു ചാനൽ മലൂന സിംഗ് കപ്പിൾ. ഞാൻ കൃഷ്ണ. സോ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ തന്നെ OET ലിസ്ണിങ്ങിൻ്റെ ഒരു പ്രോപ്പർ പ്രാക്ടീസ് മെത്തേഡ്സ് ആണ്. ഈ 2023 നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാംസിന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡ്സ് എയിലും ബിയിലും സിയിലും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു B സ്കോർ അല്ലെങ്കിൽ ഒരു A സ്കോർ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഉറപ്പിക്കാം എന്താണെങ്കിലും. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പോകാം കൂടുതൽ ഡിലേ ഇല്ലാതെ. അപ്പോൾ A പാർട്ടിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓവറോൾ ലിസ്ണിങ്ങിന് ടോട്ടൽ 42 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ള കാര്യം. ദെൻ അതിനകത്ത് മോർ ദാൻ 30 ഓർ എബോവ് കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് B സ്കോറിലോട്ടോ അല്ലെങ്കിൽ A സ്കോറിലോട്ടോ നമ്മൾ പോകാമെന്നുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് OET ലിസ്ണിങ് A പാർട്ട് എന്താണ്, B പാർട്ട് എന്താണ്, C എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാത്തിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കയറി എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട നിങ്ങൾ കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഞങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രോബ്ലംസിനെ സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം അവർക്ക് സ്കോർസ് കിട്ടിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ മെത്തേഡ്സ് ഷെയർ ചെയ്യുന്നത് ഇപ്പം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ നമ്മൾ മെറ്റീരിയൽസ് അവർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ലിസ്ണിങ്ങിൻ്റെ ആവട്ടെ റീഡിങ്ങിൻ്റെ ആവട്ടെ എല്ലാം തന്നെ പ്രോപ്പറായിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങളും യൂട്യൂബിൽ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നവർ കാണും അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു OET പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ രീതിക്ക് തന്നെ നിങ്ങൾ ലിസ്ണിങ്ങിൻ്റെ ആവട്ടെ റീഡിങ്ങിൻ്റെ ആവട്ടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. ഓക്കെ, പിന്നെ ഇവിടെ നമ്മൾ ലിസ്ണിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളിപ്പോൾ A പാർട്ടാണെങ്കിലും ശരി, B പാർട്ടാണെങ്കിലും ശരി, C പാർട്ടാണെങ്കിലും അത് നിങ്ങൾ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം അതിനകത്ത് ഫീൽ ചെയ്യും. ഓക്കെ, റാദർ നിങ്ങൾ യൂട്യൂബിലും മൊബൈലിലും ചെയ്യുന്നതിനെ കാരണം നിങ്ങൾക്ക് സമയം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ലിസ്ണിങ് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കാണാം. ചെറിയൊരു സൈഡ് മെത്തേഡായിട്ട് നിങ്ങൾ കയ്യിൽ വെക്കുക. ഓക്കെ, അതെന്തായാലും ചെയ്തു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ മെയിൻ പ്രാക്ടീസ് മെത്തേഡായിട്ട് ഓൾവേസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കോർസ് കൂടുതൽ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ടോട്ടൽ 42 ക്വസ്റ്റ്യൻ ഉള്ളതിൽ ഫസ്റ്റത്തെ A പാർട്ടിലാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ആയിരിക്കും. അതിനകത്ത് രണ്ട് പാർട്ടുണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഒന്നിൽ 24 ക്വസ്റ്റ്യൻ, ഒന്നിൽ 12 ക്വസ്റ്റ്യൻ, പിന്നെ അടുത്ത പാർട്ടിൽ 12 ക്വസ്റ്റ്യൻ, അങ്ങനെ ഓരോന്നും ഓരോ കൺസൾട്ടേഷനാണ്. അപ്പോൾ ഈ കൺസൾട്ടേഷനൊക്കെ തന്നെ പേഷ്യൻ്റ് പറയുന്ന കാര്യങ്ങളാവട്ടെ അല്ലെങ്കിൽ ഡോക്ടർ പറയുന്ന കാര്യങ്ങളാവട്ടെ ഇത് ഓരോന്ന് കേട്ടിട്ട് അതിനകത്തുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ ഫില്ല് ചെയ്യാണ് ചെയ്യുക ഇല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു മെറ്റീരിയൽ എടുത്തിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം കുറേ ക്വസ്റ്റ്യൻസ് തെറ്റിയിട്ടുണ്ടായിരിക്കും, കുറേ ശരിയായിട്ടുണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ ഇതിനകത്ത് തെറ്റിയിട്ടുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ശരിയാക്കിയിട്ടുള്ള ആൻസേഴ്സ് മെജോറിറ്റി ഓഫ് ആൻസേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ ആൻസർ കീ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കേട്ടിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക. തെറ്റിയിട്ടുള്ളതാവട്ടെ നിങ്ങൾ മിക്കപ്പോഴും ബാക്കിയുള്ള മെറ്റീരിയൽസ് കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെ തെറ്റി അല്ലെങ്കിൽ എന്തായിരുന്നു ആ തെറ്റി ആൻസറിൻ്റെ ആക്സെൻറ്റ് എങ്ങനെയായിരുന്നു, അത് എങ്ങനെയാണ് പറഞ്ഞത്, അവിടെ എനിക്ക് എന്താ പറ്റിയത്, അത് തെറ്റിപ്പോകാനുള്ള കാര്യം ഇതൊന്നും നോക്കാതെ നിങ്ങൾ അടുത്ത മെറ്റീരിയലോട്ട് സ്കിപ്പ് ചെയ്യും. ഓക്കെ, അതാണ് മെയിനായിട്ട് A പാർട്ടിൽ നിങ്ങൾക്ക് എത്ര മെറ്റീരിയൽ ചെയ്താലും സ്കോർ പ്രോഗ്രസ് ചെയ്ത് മുകളിലോട്ട് പോകാതിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളൊരു ബിഗിനർ ആവട്ടെ ഒരു റിപ്പീറ്റർ ആവട്ടെ നിങ്ങൾ OET ലിസ്ണിങ്ങിൻ്റെ ആവട്ടെ റീഡിങ്ങിൻ്റെ ആവട്ടെ ഏത് മെറ്റീരിയൽ ആണെങ്കിലും ശരി നിങ്ങൾ റീപ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക എപ്പോഴും. ഓക്കെ, കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിച്ച ആൻസർ അതിൻ്റെ ഇപ്പം ഒരു ആൻസർ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാവുന്നുള്ളൊരു മെഡിസിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയണം ഐബുപ്രോഫൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഐബുപ്രോഫൻ ഒരുപാട് പേരും കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത ആൾക്കാരും കാണും അല്ലെങ്കിൽ എൻ്റെ സ്പെല്ലിംഗ് അറിഞ്ഞുകൂടാത്ത ആൾക്കാരും കാണും. ഓക്കെ, അത് പറഞ്ഞുകൂടാത്ത ഒരാൾ തെറ്റിച്ചു, ഐബുപ്രോഫൻ എന്ന് എഴുതിയത് തെറ്റിപ്പോയി എന്ന് വെച്ചോ. ഓക്കെ, ദെൻ നിങ്ങൾ നെക്സ്റ്റ് മെറ്റീരിയൽ ചെയ്യുന്ന സമയത്തും അവിടെയും പേഷ്യൻറ്റിന് ഹെഡേക്ക് ആയതുകൊണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് ഐബുപ്രോഫൻ ആണെന്ന് വെച്ചോ. അപ്പോൾ അവിടെ ഓൾറെഡി നേരത്തെ തെറ്റിയ മെറ്റീരിയൽ റീപ്രാക്ടീസ് ചെയ്തതുമില്ല, ഐബുപ്രോഫൻ എങ്ങനെ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ എൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് ആൾ കറക്റ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാതെ അടുത്ത മെറ്റീരിയലോട്ട് സ്കിപ്പ് ചെയ്ത് പോയപ്പോൾ അവിടെ വീണ്ടും ഐബുപ്രോഫൻ പറഞ്ഞു എന്ന് വെച്ചോ. അപ്പോൾ ആൾ വീണ്ടും തെറ്റിക്കുകയല്ലേ അവിടെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ സ്കോർ വീണ്ടും ഡൗൺ ആയിട്ട് പോകല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ ഐബുപ്രോഫൻ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, അങ്ങനെ പല മെഡിസിൻസ് ഓക്കെ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല മെഡിസിൻസ് ആവട്ടെ വാക്കുകളാവട്ടെ പല രീതിയിൽ പറയാം.
പിന്നെ അത് കൂടാതെ കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നതാണ് ലൈക്ക് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോവോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു ആർട്ടിക്കിൾസ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്പേഴ്സ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാണ് ഇന്ന പേഷ്യൻറ്റിന് ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ പാരസെറ്റമോൾ 1 gram എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ അവിടെ 1 gram എഴുതിയില്ല, പാരസെറ്റമോൾ മാത്രമേ എഴുതിയുള്ളൂ, മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാരസെറ്റമോളിൻ്റെ ഡോസിങ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലേ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ 1 gram നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ മാർക്ക് കുറച്ച് തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്ത് പോവുക. ബിക്കോസ് ആ ഡോസ് എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ വാല്യൂസിൻ്റെ കാര്യമാണെങ്കിലും യൂണിറ്റ് എഴുതുന്ന കാര്യമാണെങ്കിലും ഇതെല്ലാം തന്നെ നിങ്ങൾ തെറ്റിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് എന്ത് ചെയ്യുക, വീണ്ടും റീപ്രാക്ടീസ് ചെയ്ത് അത് എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതിനൊരു കോമൺ എക്സാമ്പിൾ ആണ്, നമ്മൾ ബ്ലഡ് ഷുഗറിന്റെ കാര്യം പറയുമ്പോൾ നാട്ടിലെ പോലെ മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിലല്ല പറയുക, മില്ലി മോൾസ് പെർ ലിറ്ററിലാണ് പറയുക. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് പേഷ്യന്റിന്റെ BM എന്ന് പറയുന്നത്, BM എന്നാണ് പറയുന്നത്, ബ്ലഡ് ഷുഗർ മോണിറ്ററിങ്. ഓക്കെ, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ മോണിറ്ററിങ്ങിന് BM എന്നാണ് ഇവിടെ പറയുക, BM വാല്യൂ അല്ലെങ്കിൽ BG വാല്യൂ, ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ എന്നാണ് പറയുക. അല്ല നമ്മുടെ നാട്ടിലെ പോലെ പേഷ്യന്റ് ഷുഗർ ലെവൽസ് എത്ര, FBS എത്ര, RBS എന്നുള്ള വാക്ക് ഇവിടെ ഇല്ല. റാൻഡം ബ്ലഡ് ഷുഗർ എന്നോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്നോ PPBS എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. ഓക്കെ, PPBS വരാറുണ്ട്, പക്ഷേ കോമൺലി അല്ലാതെ നമ്മൾ നോർമൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഒന്നുകിൽ ബ്ലഡ് ഷുഗർ വാല്യൂ അല്ലെങ്കിൽ BM വാല്യൂ എന്ന് പറയാറാണ് പതിവ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു BM വാല്യൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാണ് 4.3 millimole per liter എന്ന് പറഞ്ഞെന്ന് വെച്ചോ. അപ്പം നമ്മൾ പെട്ടെന്ന് നമുക്കത് അറിയില്ല, കാര്യം നമ്മൾ നോർമലി യൂസ്ഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എന്താ, ഫാസ്റ്റിങ്ങിൻ്റെ നമുക്കൊരു നോർമൽ റേഞ്ച് അറിയാമല്ലോ. അപ്പോൾ ഇവിടുത്തെ നോർമൽ റേഞ്ച് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിഗ്രാമും അല്ല മില്ലിമോളും ആണ്. അപ്പം നമ്മളത് തെറ്റിപ്പോയി. ഓക്കെ, കാര്യം എന്തുകൊണ്ടാണ്, നമ്മൾ പഠിച്ചിരിക്കുന്ന വേറെ രീതിയിൽ. അപ്പോൾ ആ മെറ്റീരിയൽ ഒന്നും കൂടെ റീപ്രാക്ടീസ് ചെയ്ത് അതിനകത്ത് എന്താണ് യൂണിറ്റ് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തു, എന്താണ് ഈ BM നമുക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെ യൂണിറ്റ് എന്താണ്, അപ്പോൾ പറയാണ് മില്ലിമോൾ പെർ ലിറ്റർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ നോട്ട് എഴുതി വയ്ക്കുക, അല്ലാതെ അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒന്നും കുത്തി തുറന്ന് പോകാനല്ല പറയുന്നത്. ജസ്റ്റ് അത് എന്താണെന്ന് അറിഞ്ഞു വെച്ചു, നമ്മൾ തെറ്റ് പറ്റിയതിനൊന്ന് നമ്മൾ കണ്ടുപിടിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മറക്കില്ല. കാര്യം അടുത്ത മെറ്റീരിയൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്ന മെറ്റീരിയലും പേഷ്യൻറ്റിന് ഹൈപ്പോഗ്ലൈസീമിയ ആണെന്ന് വെച്ചോ, അവിടെയും ഇതേപോലെ BM വാല്യൂ എന്ന് പറഞ്ഞിട്ട് 4.5 അല്ലെങ്കിൽ ഇപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ആകുമ്പോൾ പേഷ്യൻ്റെ വാല്യൂ കുറഞ്ഞ് 2 പോയെന്ന് വെച്ചോ, 2 millimole per liter എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റും അറിയില്ല, BM എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വീണ്ടും തെറ്റിക്കുകയല്ല അവിടെ. പക്ഷേ അതേസമയം നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത മെറ്റീരിയലിനെ തെറ്റിയത് ഏതൊക്കെയാണെന്നുള്ള നമ്പേഴ്സ് നോക്കിയിട്ട് അത് വീണ്ടും ഒന്നും കൂടെ റീപ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് പഠിക്കുകയാണ് തെറ്റിയ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ നിങ്ങളുടെ റീസെൻറ്റ് മെമ്മറിയിലോട്ട് വീണ്ടും നിങ്ങൾ അതിനെ ആഡ് ചെയ്യാണ്. ഓക്കെ, അല്ലാതെ ഒരിക്കലും വിചാരിക്കരുത് എന്താ ഞാനിപ്പോൾ ടോട്ടൽ ഔട്ട് ഓഫ് 42-ൽ 30 ശരിയാക്കി. ഓക്കെ, അപ്പോൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഞാൻ ഈ 30 വീണ്ടും ശരിയാക്കുമല്ലോ എന്ന് കരുതാതെ ആ 30 നിങ്ങളുടെ റീസെൻറ്റ് മെമ്മറിയിലോട്ട് നിങ്ങൾ വീണ്ടും ആഡ് ചെയ്ത് പോവുകയാണ്. അതായത് ഇനി അത് തെറ്റാനുള്ള ആ 30 ഇനി നിങ്ങൾ ഒന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ തെറ്റാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, അതുകൂടാതെ ഈ റീപ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ കേട്ട ആൻസർ അല്ലെങ്കിൽ ശരിയാക്കിയ ആൻസേഴ്സിന് നിങ്ങൾക്ക് ഇനി സമയം കുറച്ച് മതി ആണല്ലോ. ഇപ്പോൾ നേരത്തെ നിങ്ങൾ 10 സെക്കൻഡ് എടുത്ത് എഴുതാനായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അതിനകത്ത് പറഞ്ഞു കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി കേട്ട് വരുന്ന CT എന്നുള്ള കാര്യം നമ്മൾ കേട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി എന്ന് ലിസ്ണിങ്ങിനകത്ത് കേട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് നമുക്കൊരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 15 സെക്കൻഡ് എടുത്തു. ഓക്കെ, അതേസമയം നമ്മളത് റീപ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഐഡിയ ഉണ്ട് ഇവിടെ വരാൻ പോകുന്ന കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫിയാണ്, എനിക്ക് അവിടെ വേണമെങ്കിൽ അതിൻ്റെ ഒരു അബ്രിവേഷനായിട്ട് CT എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ വീണ്ടും റീപ്രാക്ടീസ് ചെയ്യുമ്പോൾ 2-3 സെക്കൻഡ് നിങ്ങൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, അടുത്ത തെറ്റിയ ഒരു ആൻസറിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ സമയം കിട്ടുകയാണ് നിങ്ങൾ റീപ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ കൊണ്ടുപോയി എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ ഈ അബ്രിവേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അബ്രിവേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമുക്ക് യൂസ് ചെയ്യാം എപ്പോൾ, ലിസ്ണിങ്ങിനകത്തും ആ ഓഡിയോയിലും അവർ അബ്രിവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ. അതായത് ഇപ്പോൾ CT എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് CT എന്ന് എഴുതി വെക്കാം, അല്ലാതെ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി എന്ന് പറഞ്ഞതിൽ നമ്മൾ CT എന്ന് എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് ലിസ്ണിങ്ങിൽ അവരുദ്ദേശിക്കുന്നത് അവർ പറയുന്ന വാക്ക് നമ്മൾ പ്രോപ്പറായിട്ട് എഴുതുന്നുണ്ടോ എന്നാണ്, അല്ലാതെ നിങ്ങളുടെ മെഡിക്കൽ നോളജ് അല്ല ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പെട്ടെന്ന് പറയാണ് ഹി അണ്ടർവെന്റ് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി ആൻഡ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറഞ്ഞു എന്ന് വെച്ചോ, അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ അണ്ടർവെന്റ് CT ആൻഡ് MRI എന്ന് നമുക്ക് എഴുതി വെക്കാം. അല്ലാതെ നിങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി എന്നും മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് എഴുതാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെ സമയം കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക, അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ ഒരു തവണ ഒരു മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല.
വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, റീപ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് എ പാർട്ടിൻ്റെ കാര്യമാവട്ടെ അല്ലെങ്കിൽ ബി ആവട്ടെ സിയിലാവട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യം. മെയിനായിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കാനായിട്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ദയവേത് എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് മെറ്റീരിയൽസിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പ് വരുത്തുക. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറയുന്നതുകൊണ്ട് എനിക്ക് പ്രിൻ്റർ ഷോപ്പിൽ നിന്ന് ബാക്കി ഒരിടത്തുനിന്ന് എനിക്ക് ഒരു ലാഭം കിട്ടാൻ പോകുന്നില്ല. ഞാൻ നമ്മുടെ കുട്ടികളുടെ എല്ലായിടത്തും പറയുന്ന ഒരു മെയിൻ തിങ് അത് തന്നെയാണ്. ലൈക്ക് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഞാൻ പഠിക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താ, കാര്യം നമ്മൾ എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ OMR ഷീറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോ നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോംസിലോ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് OMR ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത് എന്തിനാ ചെയ്തു വെച്ചിരിക്കുന്നത് വെച്ചാൽ അതിനകത്തൊരു 60 നമുക്ക് സർക്കിൾസ് ഉണ്ട് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, പിന്നെ അതുകൂടാതെ എ പാർട്ട് എഴുതാനുള്ള ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നമ്മൾ എങ്ങനെയാണ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ് എന്ന് വെച്ചാൽ ഒരുപാട് പ്രിന്റ് നിങ്ങൾ വീണ്ടും വീണ്ടും എടുക്കേണ്ടി വരുന്ന സംഭവം നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങളുടെ ആൻസേഴ്സും എയും ബിയും സിയും എല്ലാം നിങ്ങൾ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും റീപ്രാക്ടീസ് ചെയ്യുമ്പോൾ ആൻസേഴ്സ് നിങ്ങൾ മായ്ച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് അവിടെ കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉപയോഗമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപയോഗമാണ് ഈ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു OMR ഷീറ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എ പാർട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എഴുതാം. അതാകുമ്പോൾ ഒരൊറ്റ പേപ്പർ പ്രിന്റ് ഔട്ട് എടുത്താൽ മതി, നിങ്ങൾക്ക് അതിനകത്ത് ആൻസേഴ്സ് എഴുതാം. അതുകൂടാതെ നിങ്ങൾ ആ ഷെയ്ഡിങ്ങിൻ്റെ കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ്ഡ് ആവും വരച്ചിട്ട്. അതായത് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ AB എന്ന് അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എഴുതുന്ന പോലെ ഈസി അല്ല ആ സർക്കിളിനകത്ത് പ്രോപ്പറായിട്ട് ബബിൾ ചെയ്യുക അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, അത് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഇതെല്ലാം ടൈം മാനേജ്മെന്റ് അനുസരിച്ചാണ് ലിസ്ണിങ്ങിൻ്റെ റീഡിങ്ങിൻ്റെ സ്കോഴ്സും കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആവുന്നു അത്രത്തോളം സ്പീഡ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അങ്ങോട്ട് ചെയ്ത് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഷീറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ കയറിയാൽ മതി. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക, ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാം എന്തായാലും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് ഉറപ്പിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താ വീണ്ടും മൾട്ടിപ്പിൾ ആയിട്ട് പ്രിന്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എത്ര തവണ വേണമെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി ബിയുടെയും സിയുടെയും കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാണ് മൊത്തത്തിൽ ഒരൊറ്റ കംപ്ലീറ്റ് ലിസ്ണിങ് ചെയ്യുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഒരുമിച്ച് ചെയ്യാൻ നിർത്താതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങളിപ്പോൾ രാവിലെയാണ് നിങ്ങളുടെ പ്രോപ്പർ നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയമാണെങ്കിൽ ഒരു 2 മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ സി പാർട്ട് മാത്രം ബാക്ക് ടു ബാക്ക്. കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഓരോന്നും ഡിഫറൻ്റ് ആണ് അല്ലേ. അല്ലാതെ എ കണക്ട് ചെയ്തല്ല ബിയിലോട്ട് പോകുന്നത്, ബി കണക്ട് ചെയ്തല്ല സിയിലോട്ട് പോകുന്നത്, ഓരോന്നും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഓരോന്നിനുള്ള ടൈം മാനേജ്മെൻറ്റും ഓരോന്നും എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എയും ബിയും സിയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു അറ്റൻഷൻ സ്പാൻ കൂടുതലായിട്ടിരിക്കുന്ന സമയം ഏതാണെന്ന് അനുയോജ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ആ സമയം നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് ബി ആണോ എ ആണോ സി ആണോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്ത് അതിനെ എടുക്കാം. ഇപ്പം ഞാനിപ്പോൾ പറയുന്നു, ഇപ്പോൾ എനിക്കിപ്പോൾ ടഫ് സി ആണെന്ന് വെച്ചോ, എങ്കിൽ ഞാൻ രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഞാൻ ഒരു 2 മെറ്റീരിയൽ സി പാർട്ട് എടുത്ത് ബാക്ക് ടു ബാക്ക് ചെയ്യുന്നു. ദെൻ അതിനെ വീണ്ടും ഞാൻ റീപ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം സി പാർട്ടും ബി പാർട്ടും എല്ലാം ഒരു എലിമിനേഷൻ ടെക്നിക്കാണ് അല്ലേ. അപ്പോൾ ബി പാർട്ടിലാവട്ടെ സി പാർട്ടിലാവട്ടെ ഇത്രയേ ഉള്ളൂ സംഭവം. സിമ്പിളായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുമായിട്ട് യാതൊരു താല്പര്യം ഇല്ലാത്തൊരു ഫ്രണ്ട് നിങ്ങളെ കുരുക്കിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുറേ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുക. അതായത് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കാം, അതിനിടയിൽ ഏതെങ്കിലും ഒരു ശരി. എന്നിട്ട് നിങ്ങളുമായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ പറഞ്ഞു തരികയാണ്, അല്ലെങ്കിൽ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ. ഓക്കെ, അപ്പം മറ്റേ ആൾ പറഞ്ഞു തന്നിരിക്കുന്ന കള്ളത്തരം എന്താണെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കിയാലല്ലേ മറ്റേ ആൾ സത്യം പറയും, ഓ ഇതായിരുന്നു സത്യം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിനാണ് എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇട്ട് ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഓരോന്നിനെയും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അല്ലാതെ നിങ്ങളിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അയ്യോ സി പാർട്ട് ഇന്നൊരു കംപ്ലീറ്റ് ലിസണിങ് മെറ്റീരിയൽ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവനും കൂടെ ചെയ്യുമ്പോൾ ഏകദേശം 1 മണിക്കൂർ എടുക്കുമല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതിനെക്കാട്ടിൽ നിങ്ങൾ ആലോചിക്കുക ഇന്നെങ്കിൽ ഒരു എ പാർട്ട്. അപ്പോൾ നിങ്ങൾ ഡ്യൂട്ടി ഹെക്റ്റിക്കായിട്ട് കഴിഞ്ഞ് വരുവാണെങ്കിൽ റെസ്റ്റൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു എ പാർട്ട് മാത്രം ചെയ്യും. ഓക്കെ, 2 മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ 2 മെറ്റീരിയൽ ഞാൻ ചെയ്യാൻ പറയുന്നത് ബാക്ക് ടു ബാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തെറ്റിയതിൻ്റെ ഫീഡ്ബാക്ക് വെച്ചിട്ട് രണ്ടാമത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, കുറച്ചുകൊണ്ട് സ്കോർ ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് ബാക്ക് ടു ബാക്ക് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾ ഉറപ്പ് വരുത്തുക എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാര്യം കൺസിസ്റ്റൻസി ഈസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ
നിങ്ങൾക്ക് സ്കോർ കൂടുതൽ ഗെയിൻ ചെയ്യാനുള്ളതിൻ്റെ മെയിൻ തിങ്. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ എ പാർട്ട് മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസമാണ്, എ പാർട്ട് മാത്രം ചെയ്താൽ മതിയല്ലോ, ഒരു അരമണിക്കൂറത്തെ കാര്യം എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളെ റഷ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ കുറച്ച് ചെയ്യുകയും ചെയ്യും. സോ ദാറ്റ് നമ്മൾ എല്ലാ ദിവസവും ലാംഗ്വേജ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് വരികയും ചെയ്യും, നമുക്ക് കോൺഫിഡൻസ് തോന്നുകയും ചെയ്യും കൂടുതലായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത്, ഇതാണ് ഞങ്ങൾ നോർമലി നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും തന്നെ നമ്മൾ നോർമലി പറഞ്ഞു കൊടുക്കുന്ന മെയിൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബി പാർട്ട് ആവട്ടെ, സി പാർട്ട് ആവട്ടെ, എ ആവട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മിനിമം ഓഫ് ഒരു 10 to 15 മെറ്റീരിയൽസ് എങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കോൺഫിഡൻ്റ് ആയി എന്ന് തോന്നുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തിലോട്ട് പോവുക, ഒരുമിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഓരോന്നിൻ്റെയും ടിപ്സും ട്രിക്സും എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്ഡേറ്റഡ് സ്ട്രാറ്റജീസും കാര്യങ്ങളെല്ലാം തന്നെ ഇനി വരുന്ന അപ്കമിങ് വീഡിയോസിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ലിസണിങ് മെറ്റീരിയലിൻ്റെ സോൾവ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് ആൻസേഴ്സ്, റാഷണൽ അടക്കം ഞാൻ എന്താ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ഇനി ഇടാൻ പോകുന്നുണ്ട്. വൺസ് അത് ലോഞ്ച് ആവുന്ന സമയത്ത് നിങ്ങളുമായിട്ട് എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഒരു സിസ്റ്റം നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വളരെ നിങ്ങൾക്ക് കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ പോക്കറ്റ് മണി വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് 24/7 നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളായിരിക്കും ആ ലിസ്ണിങ്ങിൻ്റെ റീഡിങ്ങിൻ്റെ സെഷൻസിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നു ആ വെബ്സൈറ്റ് വഴി. ഓക്കെ, അപ്പോൾ വൺസ് അത് റിലീസ് ആവുന്ന സമയത്ത് നിങ്ങളുമായിട്ട് എല്ലാവരുമായിട്ട് ഞങ്ങളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രാക്ടീസ് മെത്തേഡ്സ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ സ്കോറിന് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യാം. ഓക്കെ, കാര്യം പ്രോപ്പർ പ്രാക്ടീസ് മെത്തേഡ് ഇല്ലാതെ പോകുന്നതാണ് ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ നിങ്ങൾക്ക് സ്കോർസ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരുന്നത്. അതിനകത്ത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുറവോ കൂടുതലോ എന്നുള്ള രീതിയിൽ ഞാൻ ഇട്ടിട്ടില്ല, എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യദു കൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.